ഹലോ ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജോലിക്ക് പോകേണ്ട ഒരു ദിവസമാണ്. കാലത്തത്തെ കുറച്ച് പണികളാണ്. പാത്രം കഴുകലാണല്ലോ നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഉണ്ടാവുക. കാരണം നമ്മൾ തലേ ദിവസം കഴിച്ച ഫുഡിൻ്റെ പാത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവുക. രാത്രിയാകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വന്നിട്ട് പണികൾ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ രാത്രി ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കാലത്ത് കഴുകാനുണ്ടാവും. പിന്നെ അരി അടുപ്പത്തിടാനുള്ള കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ ഞാൻ പണികൾ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബോറടിക്കേണ്ട വെച്ചിട്ട് വീഡിയോസൊക്കെ കുറച്ച് സ്പീഡ് അടിച്ചിട്ടാണ് വിട്ടേക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ചോറും കറികളൊക്കെ വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അരി കഴുകണത് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ടാണ് അരി കഴുകണത്. അരികളിൽ ഒരു തരം മെഴുക്ക്, നോർമൽ വെള്ളത്തിൽ നമ്മൾ കഴുകുമ്പോൾ ഒരു തരം മെഴുക്ക് ഉണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം നന്നായി തിളപ്പിച്ച വെള്ളമായിരിക്കും ഒഴിച്ചിട്ടാണ് അരി കഴുകിയെടുക്കാറ്. അപ്പോൾ നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ വെച്ചു. രാവിലെ ചായ കുടിച്ചില്ല വെച്ചെങ്കിൽ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പോൾ രാവിലെ ചായ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് ഉപ്പേരിയാണ് വെക്കണത് ഇന്ന്. ഇന്നത്തെ സ്പെഷ്യൽ ബീട്രൂട്ട് ഉപ്പേരിയാണ്. പിന്നെ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വലിയ എന്ന് തന്നെ പറയണം, ചെറിയൊരു അശ്രദ്ധയല്ല, വലിയൊരു അശ്രദ്ധ കാരണം കൊണ്ട് എൻ്റെ വീടിൻ്റെ ഷീറ്റ് ഒന്ന് പൊളിഞ്ഞായിരുന്നു. കാരണം ഞാൻ പണി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഡ്രമ്മ് വീടിൻ്റെ തൊട്ടടുത്തേക്ക് വെക്കാന്നുള്ള രീതിയിൽ ഇരുമ്പിൻ്റെ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ ഡ്രമ്മ് കയറ്റി വെച്ചാൽ വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ ഡ്രമ്മിൻ്റെ അടിയിൽ താബൂക്കിൻ്റെ കട്ട എങ്ങാനും ഇട്ടാൽ മതിയായിരുന്നു. പക്ഷെ ഞാനത് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ച് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ച് വെള്ളം നിറച്ചു. ആ ഇരുമ്പിൻ്റെ കാല് മണ്ണിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോയി. ഡ്രമ്മ് വെള്ളത്തോടുക്കനെ കൂടിയിട്ട് ഷീറ്റിൻ്റെ മുകളിലേക്ക് വീണു. ഷീറ്റാണെങ്കിൽ വളരെ കനം കുറഞ്ഞിട്ടുള്ള ഒരു ഷീറ്റാണ്. മാത്രമല്ല മഴയൊക്കെ പെയ്ത് അടിയിൽ നന്നായി തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡ്രമ്മാണ് കേട്ടോ വീണത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വീണു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ അടി മൊത്തം, ഷീറ്റിൻ്റെ അടി മൊത്തം അങ്ങോട്ട് പൊളിഞ്ഞു പോയി. ഞാൻ എന്നിട്ട് ഒരുവിധം സിമൻ്റൊക്കെ ഇട്ടത് സെറ്റാക്കി. അപ്പോൾ നമ്മുടെ മുളകും തൈ നട്ടത് ഇങ്ങനെയാണ് കേട്ടോ. ഞാനെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് നട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മയൊക്കെ പറഞ്ഞിട്ട് ഞാനത് മാറ്റി വൃത്തിയിൽ നട്ടു. അമ്മ എന്നെ സഹായിച്ചു. അപ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ മുക്കുറ്റിപ്പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഓണം കാര്യങ്ങളൊക്കെ ആയില്ലേ. ഇപ്പോൾ ഇപ്രാവശ്യം പൂവിടാൻ പറ്റുമോ എന്താ അതൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നുറുക്കലൊക്കെ കഴിഞ്ഞ് എൻ്റെ ട്രൈപ്പോഡ് കംപ്ലൈൻ്റ് ആയ കാരണം കൊണ്ട് നമുക്ക് എല്ലാ വീഡിയോസും എടുക്കാം. ഫോൺ കൈ പിടിച്ചിട്ട് വേണം കേട്ടോ വീഡിയോസ് എടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ആഗ്രഹം കാരണം കൊണ്ട് ഞാൻ ഓവർ റിസ്ക് എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ഈ ഗ്യാസ് കത്തിക്കണതിൻ്റെ അടുത്തേക്കൊന്ന് ഫോൺ അങ്ങനെ കൊണ്ടുപോയത്. ഞാൻ നെറ്റൊക്കെ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് നോക്കിയിട്ട് എൻ്റെ അനിയത്തി അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, യൂട്യൂബിലിടാനുള്ള വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഞാൻ സംസാരിച്ചതൊക്കെ കേട്ടിട്ടുണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്, നീ ടെൻഷൻ അടിക്കണ്ട, നീ വർത്തമാനം പറഞ്ഞൊന്നും അതിൽ കേട്ടിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഉപ്പേരി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചുവന്നുള്ളിയിൽ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ബീട്രൂട്ട് അതിലേക്കിട്ട് വഴറ്റുകയാണ് കേട്ടോ. ഞാൻ വെക്കുന്ന ശൈലി ഇങ്ങനെയാണ്. എല്ലാവരും ഇങ്ങനെ ആയിക്കൊള്ളണം എന്നില്ലേ വെക്കുന്നത്. ഞാൻ ഉപ്പേരി വെക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ലേ ബീട്രൂട്ട്, ക്യാരറ്റ്, സവോള അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ കഴിച്ചിരുന്നില്ല കേട്ടോ തീരെ. ഞാൻ ഇപ്പം അടുത്താണ് ഈ സംഭവങ്ങളൊക്കെ കഴിച്ചു തുടങ്ങിയത്. നമ്മൾ പറയും പച്ചക്കറിയൊക്കെ കഴിക്കണമെന്ന്. പക്ഷെ എനിക്ക് പച്ചക്കറിയോട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് ഇറച്ചി മീൻ ഉണ്ടായാലേ കഴിക്കുള്ളൂ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ചമ്മന്തി പിടിച്ചാൽ ഞാൻ ചോറ് കഴിക്കും. പക്ഷേ പച്ചക്കറിയോട് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കുറേശ്ശെ അങ്ങോട്ട് കഴിച്ച് തുടങ്ങി വരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഉപ്പേരിയൊക്കെ അടുപ്പത്ത് പാകാക്കാൻ വെച്ചിട്ട് തലേ ദിവസം അലക്കിയിട്ട ഡ്രസ്സുകൾ എടുത്ത് മടക്കി വെക്കണം എന്നുള്ളതാണ് ഇനി അടുത്ത പരിപാടി. ഞാൻ രാവിലെയാണ് കേട്ടോ അലക്കാറ്. എല്ലാ ദിവസവും കാലത്താണ് അലക്കാറ്. അപ്പോൾ പിറ്റേ ദിവസം കാലത്തേക്ക് ആകുമ്പോഴത്തേനും തുണി നന്നായി ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ മഴയാണെച്ചിങ്ങ ചിലപ്പോൾ 2 ദിവസമൊക്കെ അവിടെ ഇടേണ്ടി വരും. വെയിലാണെച്ചിങ്ങ നന്നായി ഉണങ്ങി കിട്ടും. ടാർപ്പായാണെങ്കിലും നല്ല ചൂടുണ്ടാവും. അങ്ങനെ തുണികൾ എടുത്ത് വെക്കലൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കോഴിമുട്ട ഉണ്ടാക്കണം. എനിക്ക് കോഴിമുട്ട ഓംലെറ്റ് ഉണ്ടാക്കണേക്കാട്ടിലും കൂടുതൽ ഇഷ്ടം കുത്തി പൊരിക്കുന്നതാണ്. പക്ഷേ കുത്തി പൊരിക്കണമെങ്കിൽ ഒരു 3-4 കോഴിമുട്ടയൊക്കെ ഒരുമിച്ചിട്ട് കുത്തി പൊരിച്ചാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ കേട്ടോ. ഓംലെറ്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 കോഴിമുട്ടയൊക്കെ എടുത്തിട്ട് ഓംലെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 നേരം 3 നേരമൊക്കെ കഴിക്കാനുണ്ടാവും. പക്ഷേ എനിക്ക് കുത്തി പൊരിക്കുന്നത് ഇഷ്ടം കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ 4 കോഴിമുട്ട എടുത്തിട്ടാണ് കുത്തി പൊരിക്കുന്നത്. മുളകും പൊടിയും മസാലപ്പൊടിയും ഉപ്പും മാത്രമായിട്ട് യൂസ് ചെയ്യണുള്ളൂ. അങ്ങനെ അത് കുത്തി പൊരിച്ച് സെറ്റാക്കി എടുത്തു. അതും ബീട്രൂട്ട് ഉപ്പേരി മാത്രം മതി, അല്ല ലാവിഷായിട്ട് ചോറ് കഴിക്കാം. അങ്ങനെ അടുക്കളയിലെ പാചക പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് ബാത്റൂമിൽ വെള്ളം കൊണ്ടുപോയി നിറയ്ക്കണം. നമുക്ക് ബാത്റൂമിലേക്ക് പൈപ്പിൻ്റെ കണക്ഷനൊന്നുമില്ല. അപ്പോൾ ഡ്രമ്മിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് കൊണ്ടുപോയി നിറയ്ക്കണം. അത് ചെറിയൊരു ടാസ്ക്കാണ്. അതിന് ശേഷം അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസത്തെയും പിന്നെ തലേ ദിവസത്തെയൊക്കെ ഡ്രസ്സുകൾ അലക്കാട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അനിയത്തിയോട് ഒന്ന് വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവൾ വർത്താനം പറയണതിന് മറുപടിയും പറയുന്നുണ്ട്. അവൾ എന്തൊക്കെയോ വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട്. ഞാൻ അവൾ വർത്താനം പറഞ്ഞിട്ട് ചിരിക്കണമുണ്ട്. നമ്മൾ ടാർപ്പായുടെ അടിയിൽ തുണികൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് പോകുമ്പോൾ ധൈര്യമാണ്. അപ്പോൾ മഴ എങ്ങാനും പെയ്യുകയാണെങ്കിലും
തുണികൾ അതിൻ്റെ അടിയിൽ തന്നെ കിടന്നോളും. പിന്നെ കാക്കയും കിളികളൊക്കെ വന്ന് കാഷ്ടിക്കുക അങ്ങനത്തെ പരിപാടികളുണ്ട്. ടാർപ്പായ കെട്ടിക്കഴിഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാലും തുണികൾ എനിക്ക് ഉണങ്ങി കിട്ടുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു, ഫ്രഷായി. ഇനി ക്ലാസ്സിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ പോയിട്ടും അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ബാഗ് വാങ്ങിച്ചു കേട്ടോ. എൻ്റെ ബാഗിൽ വെക്കുമ്പോൾ കറിയൊക്കെ പോയിട്ട് ബാഗ് ചീത്തയാവുക. അപ്പോൾ അനിയത്തി അവിടെ മുളക് ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പൊടിപ്പിക്കാൻ. അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു വാഴ കിടന്നിരുന്നു. അതതിൻ്റെ ഉടമസ്ഥൻ വന്നിട്ട് അത് വെട്ടി മാറ്റി കൊണ്ടുപോയിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു കായക്കൊല ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് വെട്ടി മാറ്റാതിരുന്നത്. പിന്നെ വലിയ വാഴയായിരുന്നു, എന്നെ കൊണ്ട് സാധിക്കില്ല അത് മുറിച്ചിട്ട് അപ്പുറത്തേക്ക് ഇടാനൊന്നും. അപ്പോൾ അമ്മ അത് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചെറിയൊരു കായക്കൊലുള്ള കാരണം കൊണ്ട് ആൾ തന്നെ വന്നിട്ട് വെട്ടിക്കോട്ടെ അമ്മ എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ അമ്മ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നെ. അങ്ങനെ നമ്മൾ ക്ലാസ്സിൽ വന്നു, നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു. ഇനി ഇവിടുത്തെ അംഗം തുടങ്ങുകയാണ്. ഇവിടെ അടിച്ച് വാരി തുടയ്ക്കണം, അതാണ് മെയിനായിട്ടുള്ള സംഭവം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമാണ് കേട്ടോ ഇപ്പോൾ. കാരണം ഇവിടെ മാറ്റ് ഉണ്ടായിരുന്ന സമയത്ത് അടിച്ചു വാരാനും തുടയ്ക്കാൻ പറ്റില്ല, നമുക്ക് അടിച്ചു വാരാനേ പറ്റുള്ളൂ. അത് നമ്മൾ ഈർക്കിലി ചൂല് വെച്ചിട്ട് വേണം അടിച്ചു വാരാൻ. ഭയങ്കര പാടായിരുന്നു. അതൊന്ന് പൊടി വരും, അതൊന്ന് പിന്നെ നമുക്കത് അത്രയും സ്പേസ് അടിച്ചു വാരി എടുത്ത് വരുമ്പോഴത്തേനും നമുക്ക് ശ്വാസം മുട്ടും ഭയങ്കര അസ്വസ്ഥതകളൊക്കെ തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ വെക്കേഷൻ ക്ലാസ് തുടങ്ങാനായിട്ടും തൊട്ട് മുന്നേ ആയിട്ടാണ് നമ്മൾ ഈ മാറ്റൊക്കെ നിന്ന് പറിച്ചെടുത്തത്. അത് കാരണം കൊണ്ട് നമുക്ക് അടിച്ചു വാരി തുടയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ എന്താ പറയുക, ഒരു വയം എന്ന് പറയില്ലേ, ആ വയത്തിലാണ് ഇവിടെ തുടയ്ക്കുന്നത്. കാരണം ഇത്ര ഏരിയ ഉള്ള കാരണം കൊണ്ട് ഒരുമിച്ച് തുടച്ചെടുത്ത് പോരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഓരോ പോർഷനായിട്ട് തിരിച്ചെടുക്കും, എന്നിട്ട് തുടയ്ക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും എളുപ്പമാവും. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. ശങ്കരേട്ടന് പണിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം വൈകിട്ടേ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ അന്ന് ക്ലാസ് ഉള്ളൊരു ദിവസമൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോഴിമുട്ട ഉപ്പേരിയും ബീട്രൂട്ട് ഉപ്പേരിയും, ഞാൻ കോഴിമുട്ട ഇങ്ങനെ കുത്തിപ്പൊരിച്ചതിന് കോഴിമുട്ട ഉപ്പേരി എന്നാണ് കേട്ടോ പറയുക. ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് നല്ല ലാവിഷായിട്ട് ഞാൻ ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത്രയും പണികൾ കഴിഞ്ഞിരിക്കുന്ന കാരണം കൊണ്ട് എന്താണെന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പച്ചക്കറികളൊക്കെ കഴിക്കണം എന്നാണ് പറയുക. എനിക്ക് ശരീരത്തിൽ രക്തമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാണ്. എനിക്ക് എന്താണെന്നറിയില്ല, പച്ചക്കറി എന്ന് പറയുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ അങ്ങനെ പച്ചക്കറികൾ കഴിക്കുമ്പോഴും ഞാൻ ലേശം മുളകും പൊടി എരിവ് കുറച്ച് കൂടുതലിട്ടിട്ടാണ് കേട്ടോ എനിക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് എരിവ് സ്വല്പം കൂട്ടിയിടും. അങ്ങനെ എരിവ് കഴിക്കാൻ പാടില്ല. അപ്പം ഞാൻ കഴിക്കുന്ന എരിവ് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് കഴിച്ചാൽ ഓക്കെ ആവണമെന്നില്ല. അങ്ങനെയും കുറച്ച് പ്രശ്നമുണ്ട്. അപ്പം ഞാൻ എന്തോരം എരിവ് ഇടുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ശങ്കർജി പണി മാറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബിസ്ക്കറ്റിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് മേടിച്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ അടുത്തുള്ള കടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ആളെടുത്ത് മേടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞത്. അപ്പോൾ ആൾ ഫോണിൽ ലോട്ടറിയുടെ റിസൾട്ട് നോക്കിയിട്ട് അന്തം വിട്ട് നിൽക്കണ്ടായിരുന്നു. ദൈവമേ, എനിക്ക് ഇന്നും പ്രൈസ് ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. ഇപ്പോൾ ഫോണിൽ അതിനുള്ള ആപ്പുകളുണ്ടല്ലോ, റിസൾട്ട് നോക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്പുകൾ. അങ്ങനെ ലോട്ടറി അടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ സങ്കടം പറയുന്നുണ്ട് അവിടെ നിന്നിട്ട്. നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ തൊട്ടപ്പുറത്ത് ഫാമിലി സൂപ്പർ മാർക്കറ്റ് പറഞ്ഞിട്ടൊരു കട ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഈ മിഠായി അല്ല, ഈ ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടി മേടിക്കുന്നത് കണ്ടു ഞാൻ. അപ്പോൾ ഞാൻ ഇതെന്താ സംഭവം എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അത് മേടിക്കാനുള്ള പൈസ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സാധനങ്ങൾ മേടിച്ചിട്ട് വന്നു. തിരിച്ച് ഞാൻ പൈസയായിട്ട് പോയി നോക്കിയപ്പോൾ ആ സംഭവം അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതവിടെ പെട്ടി പൊട്ടിക്കുന്നത് മാത്രമേ കാണുള്ളൂ, പെട്ടെന്ന് അത് തീർന്നു പോകുന്നുണ്ട്. അതാണ് സംഭവം എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ വേറൊരു കടയിൽ അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് തന്നെ എനിക്ക് ഒരെണ്ണം കിട്ടി. പിന്നീട് ചെന്നപ്പോൾ ഒരെണ്ണം കിട്ടി. അപ്പോഴേക്കും അത് കഴിച്ച് മതിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും കടയിലുണ്ടെങ്കിൽ മേടിച്ച് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ ആളോട് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ആൾ വീഡിയോ എടുത്ത് അങ്കാണ് ഈ കാണണം കേട്ടോ. ഫോൺ അടുത്ത് കൊണ്ടുവന്നിട്ട് അപ്പോൾ എന്ത് പണിയാണ് കാണിക്കണേന്ന് ചോദിക്കാൻ ഞാനിങ്ങനെ ഈ വീഡിയോ എടുക്കണത് പകച്ച് നിന്നിട്ട് നോക്കി പുറത്തേക്ക് നോക്കിയപ്പോൾ ഉണ്ട് ഒരു ചേച്ചി വന്നിരിക്കണം. ചേച്ചി ഞങ്ങളുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഇതെന്താ വീഡിയോ ഒക്കെ എടുക്കണേന്ന് ചോദിച്ചിട്ട് ചേച്ചി കാണിച്ചിട്ട് തലതിരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ അവിടുന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്നു. ഈ വീട്ടിൽ കുറച്ച് പണികളുണ്ട്, പിന്നെ വിളക്ക് വയ്ക്കുകയൊക്കെ വേണം. അപ്പോൾ ഇനി അതുണ്ടല്ലോ എന്നുള്ളതാണ് കേട്ടോ എൻ്റെ മുഖത്തത്തെ ആ ക്ഷീണഭാവം. തലവേദനയൊക്കെ ഉള്ള കാരണം കൊണ്ട് മുഖത്ത് ഒരു മേക്കപ്പും ഉണ്ടാവില്ല, പുരി എഴുതാൻ പറ്റില്ല, പൊട്ട് കുത്താൻ പറ്റില്ല, കുറി തൊടാൻ പറ്റില്ല, ആകെ പ്രശ്നമാണ്. ഞാൻ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ അതൊക്കെ ചെയ്യും. എന്നിട്ട് ക്ലാസ്സിൽ പോയി കുറച്ച് കഴിഞ്ഞാൽ തലവേദനയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ അപ്പം ഞാൻ മുഖം കഴുകും പോയിട്ട്. അപ്പോൾ മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ വൈകിട്ടത്തെ പണികളൊക്കെ കഴിഞ്ഞു, വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞു. ഇനി സ്വസ്ഥ സമാധാനമായിട്ട് കിടന്നുറങ്ങണം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതായിരുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഗായ്സ്.